പറയട്ടെ. കഥയുടെ പേരെന്താണെന്നറിയാമോ? വടിമരുന്ന്. വെട്ടത്തു രാജാവിനൊരു പുത്രനുണ്ടായിരുന്നു, മഹാവാശിക്കാരൻ. എന്താണോ ആവശ്യപ്പെടുന്നത് അത് രാജാവ് ഉടനെ എത്തിച്ചു കൊടുക്കും. അങ്ങനെയിരിക്കെ കുമാരന് വിദ്യാഭ്യാസം തുടങ്ങേണ്ട കാലമായി. അതിനായി തുഞ്ചത്തെഴുത്തച്ഛനെയാണ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചത്. ആദ്യ ദിവസം തന്നെ കുമാരൻ എഴുത്തച്ഛനെ വലച്ചു. എനിക്ക് ഗുരുവിൻ്റെ രുദ്രാക്ഷമാല വേണം, എനിക്ക് ഗുരുവിൻ്റെ രുദ്രാക്ഷമാല വേണം. ഇതായിരുന്നു കുമാരൻ്റെ അന്നത്തെ ആവശ്യം. ചോദിക്കുന്നത് എന്തും കിട്ടുന്നത് കൊണ്ടാണ് കുമാരനെ ഇത്ര പിടിവാശിക്കാരൻ മനസ്സിലാക്കി എഴുത്തച്ഛൻ പിറ്റേ ദിവസം അസലൊരു മരുന്നുമായിട്ടാണ് വന്നത്. എന്താണെന്നറിയാമോ? ഒരു പുളിവടി. എനിക്ക് ഗുരുവിൻ്റെ കുടുംബ പറിച്ചു തരണം, എനിക്ക് ഗുരുവിൻ്റെ കുടുംബ പറിച്ചു തരണം. ഇതായിരുന്നു കുമാരൻ്റെ അന്നത്തെ ആവശ്യം. എഴുത്തച്ഛൻ മടി എടുത്തിട്ട് ഒരു അടി വെച്ചെടുത്തു. കുമാരൻ പിന്നെയും വാശി പിടിക്കാൻ തുടങ്ങി. എഴുത്തച്ഛൻ പിന്നെയും 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 തല്ലി. അത് കൊട്ടാരത്തിലെ ഒരു ദാസി കണ്ടു. അവൾ ഓടിച്ചെന്ന് രാജ്ഞിയെ വിവരമറിയിച്ചു. എന്ത്, നമ്മളുടെ പൊന്നുപുത്രനെ എഴുത്തച്ഛൻ തല്ലുകയോ? രാജ്ഞി രാജാവിനെ വിവരമറിയിച്ചു. രാജാവ് ഇത് കേട്ട് ചിരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കാര്യമില്ലാതെ തല്ലിയത് എന്തിനാണെന്ന് അങ്ങേക്കൊന്ന് ചോദിച്ചു നോക്കിക്കൂടെ? രാജ്ഞിയുടെ പരിഭവം തീർക്കാനായി രാജാവ് എഴുത്തച്ഛനെ വിളിപ്പിച്ചു. താങ്കൾ എന്തിനാണ് നമ്മളുടെ പൊന്നുപുത്രനെ തല്ലിയത്? അവൻ പിടിവാശിക്കാരനാണ് പ്രഭു. എന്ത്, അവൻ ചോദിക്കുന്നതെന്നും നാം സാധിച്ചു കൊടുക്കുന്നില്ലേ? പിന്നെ എന്തിനു വാശി പിടിക്കണം? അടിയെ തെളിയിച്ചു തരാം പ്രഭു. തെളിയിച്ചാൽ നാം എഴുത്തച്ഛന് പട്ടും മളയും സമ്മാനിക്കാം. അല്പസമയത്തേക്ക് അടിയനെ കുമാരനായി സങ്കല്പിച്ചാലും. സങ്കല്പിച്ചിരിക്കുന്നു. എനിക്കൊരു ആനയെ വേണം, എനിക്കൊരു ആനയെ വേണം. ആരെവിടെ? ഒരു ആനയെ കൊണ്ടുവരൂ. അല്പസമയത്തിനുള്ളിൽ ആന എത്തി. എനിക്കൊരു ചുണ്ണാമ്പ് ചിപ്പ് വേണം, എനിക്കൊരു ചുണ്ണാമ്പ് ചിപ്പ് വേണം. ആരെവിടെ? ഒരു ചുണ്ണാമ്പ് ചിപ്പ് കൊണ്ടുവരൂ. അല്പസമയത്തിനുള്ളിൽ ചുണ്ണാമ്പ് ചിപ്പ് എത്തി. ആനയെ ചുണ്ണാമ്പ് ചിപ്പിനുള്ളിൽ ഇറക്കണം, ആനയെ ചുണ്ണാമ്പ് ചിപ്പിനുള്ളിൽ ഇറക്കണം. എന്ത്, ആനയെ ചുണ്ണാമ്പ് ചിപ്പിനുള്ളിൽ ഇറക്കുകയോ? ആന ചുണ്ണാമ്പ് ചിപ്പിനുള്ളിൽ ഇറങ്ങില്ല എന്ന് അടിയന് മനസ്സിലായി. മനസ്സിലാക്കാത്തവരെ എന്തു ചെയ്യണം? അസലടി കൊടുക്കണം. അതേ ഞാനും ചെയ്തുള്ളൂ. രാജാവിന് കാര്യം മനസ്സിലായി. രാജാവ് എഴുത്തച്ഛന് പട്ടും മളയും സമ്മാനിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലായത്? പിടിവാശി നന്നല്ല. വാശി പിടിച്ചാൽ അതിനുള്ള തക്ക ശിക്ഷയും നൽകണം. നന്ദി.